ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊല്ലത്താണ്. ജഡായു പാറയിലേക്കാണ് ഇന്നത്തെ യാത്ര. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ചടയമംഗലത്ത് നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന റൂട്ടിൽ നമുക്ക് ശില്പം കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കയറി ചെന്നപ്പോൾ എക്സിറ്റ് വെയിലായിരുന്നു. അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് എൻട്രി കണ്ടു ജഡായുവിന്റെ. അപ്പൊ എൻട്രിയിൽ നിന്ന് കുറച്ച് തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു കേട്ടോ. അങ്ങനെ ജഡായു എർത്ത് സെന്ററിൽ എത്തിയപ്പോൾ ഞെട്ടിപ്പോയത് അവിടെ ഭയങ്കര ഒരു ക്രൗഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. 11:30 നമ്മൾ ജഡായുവിന്റെ എർത്ത് സെന്ററിൽ എത്തി. അപ്പൊ നേരെ നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഒരു 2 കാറും കൂടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. നമ്മൾ പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. അപ്പോൾ 2 ബോട്ടിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോഴാണ് പറഞ്ഞപ്പോൾ ഫുഡും, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇവിടെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് കാറിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ജിപേ ഇല്ല. അപ്പോൾ ഏകദേശം ക്യാഷൊക്കെ റെഡിയായി ആക്കിയപ്പോൾ ഒരു അരമണിക്കൂർ പോയി. പിന്നെ ക്യൂവിൽ നിന്നും ഒരു അരമണിക്കൂർ പോയി. അങ്ങനെ എൻട്രി ടിക്കറ്റ് എടുത്തു. നേരെ നടക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെയും നമുക്ക് അരമണിക്കൂർ പോയെങ്കിലും AC ക്യാബിനായിരുന്നു. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഉച്ച സമയത്ത്, അതായത് നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് ഒഴിവാക്കുക. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വെയിലുള്ള സമയത്തും നല്ല ക്രൗഡുള്ള സമയത്തുമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് ക്യാബിനിലേക്ക് ചെന്നു. ഇവിടെയാണ് കേബിൾ കാറിന്റെ ടിക്കറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കേബിൾ കാറിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. നമുക്ക് വാക്ക് വേ വഴിയും പോകാം. അതിലും കുറച്ചും കൂടെ എളുപ്പത്തിലും പെട്ടെന്ന് നമുക്ക് കേബിൾ കാറിൽ പോകാനും പറ്റും, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെയായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റിയത്. ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാബിനിലേക്ക് കയറി. അവിടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും ഇത് കഴിക്കാതെ എന്തായാലും പോകില്ല. അത്രയും വയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഈ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ കേബിൾ കാറിലേക്ക് കയറാൻ പോകുന്നത്. അപ്പം അത്രയും എന്തായിരിക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എന്തായിരിക്കും അവിടെ കാണാനുള്ളതെന്ന് ഉള്ളിലിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ അങ്ങോട്ട് കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ കയറാൻ പോകേണ്ടത്. നമ്മുടെ കേബിൾ കാർ എത്തി. അപ്പോൾ ഇത് മൂവിങ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചാടി കയറിക്കോണം. ചാടി കയറിയില്ലെങ്കിൽ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയും നമ്മൾ ചെയ്യണം. അപ്പോൾ 1000 അടി മുകളിലാണ് ഈ ജഡായുവിൻ്റെ ശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ 15,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ജഡായുവിൻ്റെ ശില്പം വരുന്നത് 70 അടി മുകളിലാണ് നമ്മുടെ ഈ ജഡായുവിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം എക്സൈറ്റ്മെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ കേബിൾ കാറിൽ ആദ്യമായിട്ടാണ് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഇവിടെ വരാത്തവരും എക്സ്പ്ലോർ ചെയ്യാത്തവരും വന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് വാക്ക് വേ കാണാൻ പറ്റും. ഇതാ കാണുന്ന ഹെലിപ്പാഡാണ്. ഹെലിപ്പാഡും ഉണ്ട്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേബിൾ കാറിലെ. അപ്പം മറ്റ് കേബിൾ കാർസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവര് കണ്ടിട്ട് തിരിച്ച് പോകുന്നതാണ്. അപ്പം ഇതുപോലെ 4 സെറ്റ് കേബിൾ കാർസ് ഉണ്ട്. അതിൽ ഒരു 4 എണ്ണം ഇതുപോലെ ഒരു സെറ്റായിട്ട് ഓരോരോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ 8 പേർക്ക്, ഏകദേശം 8 പേർക്ക് നമുക്ക് ഒരു ക്യാബിനിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു കേബിൾ കാറിൽ ഒരു 8 പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിത് ജഡായുവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മുകളിൽ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് നേരെ കാണുന്നത് രാമക്ഷേത്രമാണ്. രാമക്ഷേത്രമുണ്ട്. രാമൻ്റെ കാലിൽ പതിഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ രാമായണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജഡായു ശില്പം എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റും നടന്ന് കണ്ടു. ജഡായുവിന്റെ ചുറ്റും നമ്മൾ നടന്ന് കണ്ടു.
എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ 6D തിയേറ്ററൊക്കെ ഇവിടെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. മുഴുവൻ നടന്ന് കണ്ടു കേട്ടോ. നല്ല കാറ്റും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറഞ്ഞത്, വെയിലുള്ള സമയത്ത് നിങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. കുറച്ച് വെയിലൊക്കെ ആറിയിട്ടുള്ള ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം. അപ്പം ഞങ്ങളിങ്ങനെ ഫുള്ള് ചുറ്റി നടന്ന് കണ്ടു. ഭയങ്കര ഒരു എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം 3 മണിക്കൂറോളം നമ്മൾ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഹൈറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അടിപൊളി. ഇപ്പം ജഡായുവിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്കത് ഇവിടെ കാണാം. ഇവിടെ എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ ജഡായുവിൻ്റെ ശില്പമൊക്കെ കണ്ടിരുന്നു. തിരിച്ച് മുകളിലെ നമ്മൾ പോകാനുള്ള കേബിൾ കാറിൻ്റെ സ്റ്റേഷനെത്തി. അവിടെ ഇരിപ്പിടങ്ങളും ഉണ്ട്, നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിപ്പിടങ്ങളുണ്ട്. ടീ സ്നാക്സ് കുടിക്കാൻ ആയിട്ടുള്ള സംഭവങ്ങളും കടയും ഷോപ്പൊക്കെ അവിടെ ഉണ്ട്. ഗിഫ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഷോപ്സും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ കേബിൾ കാർ സ്റ്റേഷനിൽ കയറി താഴത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. കേബിൾ കാറിൽ കയറി താഴത്തേക്ക് പോകാൻ പോവാണ്. ഇത് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് കേബിൾ കാർസ് മുകളിലേക്ക് പോകും. അവരെയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ മുകളിലേക്ക് പോയിട്ടുള്ള ഹെലിപ്പാഡ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എപ്പോഴൊന്നും ഹെലികോപ്റ്റേഴ്സ് ഒന്നും വരില്ല, എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ആയിരിക്കും അവിടെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ 10 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം, മറക്കണ്ട. ഇവിടെ നിന്ന് നേരെ നമ്മൾ താഴത്തെ സ്റ്റേഷനിൽ ഇറങ്ങി, കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് ഗെയിമിംഗ് സ്റ്റേഷനാണ്. ഇവിടുത്തെ കുട്ടികൾക്കായിട്ടുള്ള ടോയ്ലറ്റ് തിയേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മറക്കണ്ട. ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജഡായുവിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അടുത്ത യാത്ര അനുഭവങ്ങളായിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റാ.